ഹായ് ഹലോ എല്ലാവർക്കും ഇറ്റാലിയൻ രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഇറ്റാലിയൻ ഡിന്നറാണ്. സോസേജും ടേണിപ്പ് ഗ്രീനും കൂടെ ചേർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള റെസിപ്പിയാണ്, കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് ആദ്യം ആവശ്യമുള്ളത് നമ്മുടെ ടേണിപ്പ് ഗ്രീൻ ആണ്. ഇത് ഏകദേശം ഒരു 1.5 കിലോ ടേണിപ്പ് ഗ്രീൻ ആണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തണ്ടോട് കൂടി തന്നെയാണ്, തണ്ടും പൂവും ഇലയും എല്ലാം കൂടി ഉണ്ട്. ഈ ഒരു പരുവത്തിലാട്ടോ നമുക്കത് കിട്ടുക. ഇനി ഇതിനെ നല്ലതുപോലെ പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയാണ്. അതിന് പൊടിയും മണ്ണൊക്കെ ഒന്ന് പോക്കി നല്ല രീതിയിലൊന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഇലയൊന്ന് നമ്മൾ ഊരിയെടുക്കാന്ന് പറയില്ലേ, ഇല്ലെങ്കിൽ നമുക്ക് ഇലയുടെ പാർട്ട് മാത്രമായിട്ടൊന്ന് ഒടിച്ചെടുത്താലും മതി. അപ്പോൾ അത് മാത്രമായിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിനകത്തേക്ക് ഇട്ട് വയ്ക്കാം. ഇനി ഇത് നമ്മൾ ഒരുക്കിയെടുക്കുന്ന സമയത്ത് ഇല പോലെ തന്നെ ആവശ്യമുള്ള ഒരു സാധനമാണ് ഇതിൻ്റെ പൂവ്. ഈ പൂവും പൂങ്കുലയും കൂടി ഒരുമിച്ചാട്ടോ നമ്മൾ ഇതിലേക്ക് ഒടിച്ചെടുക്കുന്നത്. അപ്പം പൂങ്കുല വന്ന തണ്ടുകളിൽ നിന്ന് നമ്മൾ ഇല എടുക്കുക, അത് ഇച്ചിരി മൂത്ത് പോയി കാണും, തണ്ടിന് കട്ടി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പൂങ്കുല മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ പൂങ്കുല കൂടി ഇതിലേക്ക് നമുക്ക് എടുക്കാം. ഇതിൻ്റെ പൂവും ഈ പൂങ്കുലയും കൂടി ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കുമ്പോഴാട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ്. ഈ ഒരു റെസിപ്പി ചെയ്യാൻ അധികം സമയമൊന്നും ആവശ്യമില്ല, മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഡിന്നറിന് ഇപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി കൂടിയാട്ടോ ഇത്. ഇനി ഇതിലേക്ക് എടുത്തിരിക്കുന്നത് സോസേജ് ആണ്. സോസേജ് ഏകദേശം 1/2 കിലോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു സോസേജിൻ്റെ ഫില്ലിംഗ് വന്നിരിക്കുന്നത് മീറ്റിൻ്റെ കൂടെ വൈറ്റ് വൈനും വെളുത്തുള്ളിയും ഒരല്പം പെപ്പറൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സോസേജ് ആണ്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു സോസേജ് തന്നെ പല ടൈപ്പ്, പല ഇറച്ചികളുടെ മിക്സിങ്ങിലുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ പല ഫില്ലിങ് വരുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഫില്ലിംഗ് ഉള്ളതാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോർക്ക് കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കുത്തിട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് വെന്ത് വരാനും നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടാനാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് വേവിക്കാനായിട്ട് അടികട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായ ശേഷം അതിലേക്ക് ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 2 സ്പൂൺ ഒലീവ് ഓയിലാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പൊതുവെ നമ്മൾ ഇറ്റാലിയൻ ഫുഡുകളെല്ലാം ചെയ്യുന്ന സമയത്ത് ഒലിവ് ഓയിൽ തന്നെയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എണ്ണയൊന്ന് ചൂടായതിനു ശേഷം ഈ സൽസീച്ചയും കൂടെ, സൽസീച്ച എന്നാട്ടോ ഇനി ഇവിടെ പറയുന്നത്, ഈ സോസേജും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം നല്ല ചൂട് എണ്ണയിലൊക്കെ കിടന്ന് സോസേജിൻ്റെ 1 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ശേഷം 2 സൈഡും ഒന്ന് ഏകദേശം ബ്രൗൺ കളറായി വന്ന ശേഷം നമുക്കൊന്ന് മൂടി വെച്ചും കൂടെ വേവിച്ചെടുക്കാം. ഈ ഒരു റെസിപ്പി ഞാൻ ഇറ്റലി വന്ന ശേഷം ആദ്യം ട്രൈ ചെയ്ത ഇറ്റാലിയൻ ഫുഡിനകത്തുള്ളതാട്ടോ. ആദ്യത്തെ ട്രൈ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്ത റെസിപ്പിയാണേ. ഞാൻ പൊതുവേ നമ്മുടെ നാട്ടിലെ ഇലക്കറികളെല്ലാം നന്നായിട്ട് കഴിക്കുന്ന ഒരാളാണ്. ഇപ്പം നമ്മുടെ ചീരയിലയാണെങ്കിലും മുരിങ്ങയിലയാണെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണെന്ന് അറിയത്തില്ല, എനിക്ക് ഈ റെസിപ്പി ഭയങ്കര ഇഷ്ടമായിരുന്നേ. ഇനി നമുക്ക് ഈ ഇലയൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുക്കുക. അതൊന്ന് ചൂടായതിനു ശേഷം 2 സ്പൂൺ ഒലിവ് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂടായിരിക്കുന്ന എണ്ണയിൽ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം ഈ മൂത്ത് വന്നിരിക്കുന്ന വെളുത്തുള്ളിയിലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ ഇലയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് വേവിക്കാനായിട്ട്, നമ്മളിങ്ങനെ വേവിക്കാനായിട്ട് വയ്ക്കുന്ന സമയത്ത് തീ എപ്പോഴും കുറവ് മതി കേട്ടോ. ശേഷം ഈ ഇലകളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. വീണ്ടും മൂടി വെച്ച് കുറച്ച് നേരം കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി സോസേജിൻ്റെ പരുവം കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ സോസേജ് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ അടച്ച് തീയിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ടേണിപ്പിൻ്റെ പരുവം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇതിനകത്തേക്കുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ആട്ടോ ചേർക്കുന്നത്. അധികം ഉപ്പ് ആവശ്യമില്ലല്ലോ പച്ചക്കറിയിലേക്ക്. ശേഷം വീണ്ടും മൂടി വെച്ച് കുറച്ച് നേരം കൊണ്ട് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയി കേട്ടോ. ഞാൻ ഇതിൻ്റെ മൂടി ഒന്ന് മാറ്റി കാണിച്ചു തരാം. ഇലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല മണമൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. ഈ ഒരു സമയം നമ്മളൊന്ന് ഫോർക്ക് കൊണ്ടൊന്ന് ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ കിട്ടുവേ. ഇനി നമ്മൾ നേരത്തെ മൂടി വെച്ചിരുന്ന സോസേജിൻ്റെ പാത്രത്തിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ റോസ്റ്റ് ചെയ്തതിൻ്റെ ഓയിലിനകത്തൊക്കെ കിടന്ന് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതിനൊരു അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഈ ഇലയെല്ലാം കൂടെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ചെറു തീയിൽ ഈ സോസേജ് ഒന്ന് ചൂടായി വരേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോഴത്തേക്കിന് നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാനൊരു 3 മിനിറ്റ് ഒന്ന് മൂടിയും കൂടെ വെച്ചാട്ടോ വേവിച്ചെടുത്തത്. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിലെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സോസേജ് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഓയിലിനകത്തേക്ക് ഇലകളും കൂടി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഒരു അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലെയുള്ള ഇറ്റാലിയൻ റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ബോൺ അപ്പറ്റീറ്റോ.